രാഷ്ട്രീയ കേരളം ഇപ്പോൾ കാണുന്നതിൽ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അവരുടെ വാക്ചാതുരിയും കാര്യങ്ങൾ എങ്ങനെ അപഗ്രഥിക്കാനുള്ള ഒരു കഴിവും അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും കണ്ടുപഠിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം NDTV-യിലെ ഒരു ഡിസ്കഷൻ അതവർ അവരുടെ പേജിൽ ഷെയർ ചെയ്തിരുന്നു. എത്ര സുന്ദരമായിട്ടാണ് അവർ ശബരിമല വിഷയമാണ് അതിൽ സംസാരിച്ചത്. എത്ര സുന്ദരമായിട്ട് ആ ഒരു ഫ്ലോയിൽ അതിൽ അവർ എല്ലാ കാര്യങ്ങളും പഠിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതെല്ലാവർക്കും പറ്റും. പതിയിരുന്ന് എഴുതിയിട്ടിട്ട് പിന്നെ എഴുതിയിടുന്ന എല്ലാ പേജുകളും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരാളായിരിക്കും. പേജുകൾ നമ്മൾ നോക്കുമ്പോൾ അറിയാലോ. അവരുടെ ആ സംസാരം ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ ഷോയിൽ വന്ന് ഇരുന്നതോടുകൂടി ആരാണ് യഥാർത്ഥ അതിജീവിത എന്ന് അവർ വ്യക്തമായി പറഞ്ഞു. അപ്പോ ഇത്രയും നന്നായി ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് അതൊരു സ്ത്രീയും കൂടി ആവുമ്പോൾ, രാഷ്ട്രീയവും കൂടി ആവുമ്പോൾ എതിരാളികൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അത് എതിരാളികൾ എന്നല്ല അതിനെ പറയാൻ, അസൂയ മൂത്ത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, അവരെ ആക്രമിക്കുക, പല രീതിയിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇല്ലാതാക്കുക മീൻസ് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും അവരെ ഇല്ലായ്മ ചെയ്യാൻ പല രീതിയിൽ നിന്നുള്ള ശ്രമങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരുടെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ പോലും അവരുടെ പേര് സമൂഹത്തിലേക്ക് നമ്മൾ വലിച്ചിഴയ്ക്കണ്ട. അപ്പൊ അവര് കേസ് കൊടുക്കുന്നുള്ള പേടിയൊന്നും കൊണ്ടല്ല, പക്ഷെ അങ്ങനെ പോലും ആ പേരെടുത്ത് പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ നിരന്തരമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ഒരു പൊതുപ്രവർത്തകയെ ആക്രമിക്കുന്ന, വെർബലി അറ്റാക്ക് ചെയ്യുന്ന ഒരു ലേഡിയുണ്ട്. അവർ കൃത്യമായും കോൺഗ്രസ്സുകാരി എന്ന ലേബലിലാണ്, കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹിയാണ്, അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസ്സുകാരിയാണ് എന്ന ലേബലിലാണ് നിരന്തരം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഫേസ്ബുക്ക്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിന്റെ മെമ്പറാണ്, നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അത് കോൺഗ്രസിന്റേതാണ്. അതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ കോൺഗ്രസ് നേതൃത്വത്തോടാണ്, ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം കോൺഗ്രസ് നേതൃത്വം. ഞാൻ ശ്രീനാദേവിയുമായി സംസാരിച്ചപ്പോൾ അവർ ചോദിക്കുന്നത്, ഇപ്പൊ കോൺഗ്രസ് എന്ത് പ്രതികരണമാണ് നടത്തേണ്ടത്? കാരണം അവരെ ഇതിൽ നിന്ന് അവർക്ക് ഇപ്പോൾ നിലവിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, നിലവിലെ കോൺഗ്രസ് പാർട്ടിയുമായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ പ്രതികരിക്കേണ്ടത്? പക്ഷെ പ്രതികരിക്കണം, കാരണം അവർ സമൂഹത്തിന്റെ മുന്നിൽ അവരൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന രീതിയിലാണ് ഇവർക്കെതിരെ പറയുന്നത്. അത് പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നിലപാടെടുത്തപ്പോഴും രാഹുലിനൊപ്പം നിന്ന, അല്ലെങ്കിൽ നിരന്തരം രാഹുലിന് വേണ്ടി സംസാരിച്ച ഒരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പാർട്ടി മര്യാദകൾക്ക് എതിരാണ്. അതല്ല സൗപർണിക, അതിൽ എനിക്കൊരു തിരുത്തുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളെല്ലാം തന്നെ വിവാഹിതരായ സ്ത്രീകളിൽ നിന്നായിരുന്നു, അല്ലേ? സ്വന്തം ഭർത്താവിനെ പൂർത്തിയാക്കിക്കോട്ടെ. ഇപ്പൊ ഇത് പാർട്ടിക്കെതിരെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയോട് ഒരു മാധ്യമ പ്രവർത്തക വിളിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് ഇരയായിട്ടുണ്ടോ, നിങ്ങൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് തിരിച്ചുത്തരം പറയണ്ടേ ഉണ്ടായിട്ടില്ല എന്ന്. അതല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് എന്ന് കരുതിയിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചത് ആ മാധ്യമ പ്രവർത്തകയാണ്. അപ്പോൾ അവർ മറുപടി പറയാൻ ബാധ്യസ്ഥയല്ലേ? വ്യക്തിപരമായി ഒരു പാർട്ടിയുടെ നയങ്ങൾക്ക് വിധേയമായി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവരിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലാത്ത രീതിയിൽ വേറെ ഒരു രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു രാഹുലിനെ, അവർ CPI നിന്ന് വന്ന ഒരാളാണ്. അപ്പോ അവർക്ക് അവര് CPI നിൽക്കുന്ന സമയത്താണ് മാധ്യമ പ്രവർത്തക വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അവര് CPI വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം, കോൺഗ്രസ് നടപടി എടുത്തതിന് ശേഷവും ഇവർ പല വേദിയിലും രാഹുലിന് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി പാർട്ടിയിൽ നിന്ന് പലരും പറഞ്ഞു ശ്രീനാദേവി കുഞ്ഞമ്മ അനാവശ്യമായി രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പിടിച്ചുകൊണ്ടാണ് ചേച്ചി ആദ്യം പറഞ്ഞ വ്യക്തി ആരംഭിച്ചത്, അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മയെ അതിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇവരുടെ പേര് അതിൽ വലിച്ചിഴക്കപ്പെടുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ഈ വന്ന സ്ത്രീ, അതായത് ഇരകളാക്കപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളുടെ എല്ലാം അവരെല്ലാം രാഹുലുമായി ബന്ധത്തിലായിരുന്നു, ഗർഭിണിയായി, അബോർഷൻ ചെയ്തു, എന്നീ തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുലിന്റെ പേരുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൽ അവർക്ക് പറയാനുള്ളത് പറയേണ്ടത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വമാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ചും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കും, ഇല്ലേ? അവർ മൗനം, ശരിയാണ്, കോൺഗ്രസ് പുറത്താക്കിയാണ്, ആ വ്യക്തിയെ കുറിച്ച് ഞാനൊന്നും പറയാനില്ല
എന്ന് പറഞ്ഞാൽ ഇവരെ കുറിച്ചും അതേ കഥകൾ പറഞ്ഞുണ്ടാക്കും. ഇവരുടെ സമ്മതം കൂടാതെ തന്നെ ഇവരെയും ഇരയായി അവർ ചിത്രീകരിക്കില്ലേ? അപ്പോ അത് അവരുടെ നിലനിൽപ്പിന് അവർക്ക് സത്യം പറയേണ്ടത് അവരുടെ കടമയാണ്. അതൊരിക്കലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാനല്ല. അവർക്ക് അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കേണ്ടത് വേറെ ആരെങ്കിലും വരുമോ അവരെ കുറിച്ച് പറയാൻ? അവരെ കുറിച്ചാണ് പറയുന്നത്. അവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള മോശവും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. പിന്നെ ഇപ്പൊ ആരോപിച്ചിരിക്കുന്ന അവർക്ക് റേഷൻ കാർഡിൽ പേരില്ല എന്ന ഒരു ആരോപണമായിട്ട് കുറച്ച് ആൾക്കാരെ പരാതിയുമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെല്ലാം CPI ആണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇവർ CPIക്ക് വേണ്ടി മത്സരിച്ചു, CPIയുടെ ജനപ്രതിനിധി ആയിരുന്നു. അപ്പോ അവർ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരുന്നു. CPIയുടെ വോട്ടാണ് എങ്കിൽ അവർ തിരികെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അവർക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം അവർ ജനപ്രതിനിധി ആയ ശേഷം അവർ അത്രത്തോളം അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കി. ജനങ്ങൾക്ക് അവരെ അറിയാം, അവർക്ക് വോട്ട് കൊടുക്കണം എന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അവർ കോൺഗ്രസിൽ വരുമ്പോൾ ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്തത്. ഇല്ലാതെ കോൺഗ്രസിന്റെ സീറ്റ് ആയിരുന്നില്ലല്ലോ അത്, CPIയുടേതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പൊതുപ്രവർത്തക അവിടെ ജനസമ്മതി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോ മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് മാത്രം കൂട്ടിയാൽ മതി. ഇത്രയും ഭംഗിയായി സംസാരിക്കുന്നു, ആൾക്കാർക്കെല്ലാം ഇപ്പൊ അവർക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. ഇത് കാണുമ്പോൾ വ്യക്തമായ നിലപാട് പറയുന്നു. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് അസൂയ തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ റിഫ്ലക്ഷനാണ് ഈ റേഷൻ കാർഡിൽ നിന്ന് പേര് മാറ്റിയത് എല്ലാം എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ റേഷനറി കിട്ടാത്ത ആദ്യത്തെ ജനപ്രതിനിധിയെ എന്നെ മാറ്റണം, അല്ലെങ്കിൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോ അത് അവരുടെ അമ്മാവന്റെ ഭാര്യ, അമ്മായിയുടെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ആ വീട്ടിന്റെ അഡ്രസ്സിലാണ് ഇവരുടെ പേരുകൂടെ ആ റേഷൻ കാർഡിൽ ഉള്ളത്. അത് ഒരു ദിവസം ഓടിപ്പോയി അവർ ചേർത്തതല്ല. അവർ വ്യക്തമായി പറയുന്നുണ്ട് ആ വീടുമായി അവർക്കുള്ള ബന്ധം. ആ വീടിന് അവകാശി കൂടിയാണ് അവർ. ആ അമ്മായി മരിക്കുമ്പോൾ ആ വീട്ടിന്റെ ഒരു ഓഹരി ഇവർക്ക് കൂടി ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അവർ കള്ളം പറഞ്ഞ് റേഷൻ കാർഡ് ഉണ്ടാക്കി എന്ന് പറയുന്നത്? ഇത് താൽക്കാലികമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പോ ഈ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഏത് രീതിയിലായാലും ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടുക എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആൾക്കാർക്ക് ഇടയിലേക്ക് കുറെ കള്ള പ്രചരണം നടത്തി ആ ഒരു ഇമേജ് ഇല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇത്തരം പ്രചരണങ്ങൾക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രചരിപ്പിച്ച് കഴിയുമ്പോൾ അയ്യോ ഇവർ കള്ളിയായിരുന്നോ, ഇവർ പറയുന്നതെല്ലാം കള്ളമാണോ? ഒരു വിഭാഗം ആൾക്കാരെങ്കിലും, ഒരു 10 പേര് ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ 2 പേര് ചിലപ്പം അത് വിശ്വസിക്കാൻ സാധ്യത. ആ ഒരു സാധനമാണ് ഇവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇതിപ്പോ തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്തിനുള്ളിൽ കുറച്ച് ആൾക്കാരുടെ മൈൻഡിൽ ഇവരെ കുറിച്ച് മോശം ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവിടെ ലക്ഷ്യമിടുന്നത്. പക്ഷെ ഇവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ഇവർ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവർക്ക് തെളിയിക്കാൻ കഴിയും. ഇവരങ്ങനെ വെറുതെ ഒളിച്ചിരിക്കുന്നവരൊന്നുമല്ല. കൃത്യമായി അവർ തെളിയിക്കുകയും ചെയ്യും. എന്താണ് അവിടുത്തെ റിയാലിറ്റി എന്നുള്ളത് തെളിയിക്കുകയും ചെയ്യും. അത് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും. പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമാണ്. എല്ലാവരുടെയും വിരൽ തുമ്പിൽ തന്നെ വിവരങ്ങൾ എത്തുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവുമാണ്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. കൃത്യമായി ഈ വാർത്ത കാണുന്നവരും അത് ഫോളോ ചെയ്യുന്നവരും മാത്രമേ ഈ സത്യങ്ങൾ അറിയുകയുള്ളൂ. പക്ഷെ ഇപ്പോ അതിന്റെ ആവശ്യമില്ല. എല്ലാ ആൾക്കാരും ഇതെല്ലാം ഇപ്പൊ ആൾക്കാർ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. അപ്പൊ ചിന്തിക്കും, ഇതിന്റെ അടുത്ത വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ? അവർ വെയിറ്റ് ചെയ്യും. ആൾക്കാർക്കെല്ലാം ബോധമുണ്ട് ഇപ്പോൾ എന്താണ് സത്യം, എന്താണ് കള്ളം, വ്യാജ പ്രചരണങ്ങൾ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തന്നെയാണല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കേസിലും കണ്ടത്. അത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത് കൃത്യമായും KSUക്കാരാണ് അത് ചെയ്തത് എന്ന് തന്നെ ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു. കാരണം ഇപ്പോ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, ദൃശ്യങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയ ആ ദൃശ്യങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ആർക്ക് വേണോ അത് കാണാം. മറ്റേ പണ്ട് ഇത്രയധികം സമൂഹ മാധ്യമങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് എന്താണ് വാർത്തയിൽ ഒരൊറ്റ തവണ കാണിക്കുമ്പോഴല്ലേ പൊതുജനത്തിന് കാണാൻ പറ്റുള്ളൂ. വിശ്വസിക്കും. ഒറ്റ തവണ കണ്ടിട്ട് അത് പിന്നെ അവർക്ക് അതിന്റെ പുറകെ പോകാൻ. ഇതിപ്പോ ഒരു സാധനം കണ്ടു കഴിഞ്ഞ് അവർക്ക് വീണ്ടും ഇത് പഴയ വിഷ്വൽസ് എടുത്ത് നോക്കാൻ കഴിയും. അതിൽ എന്തൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ട് അതെല്ലാം ആൾക്കാർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ആൾക്കാരെ വിഡ്ഢികളാക്കി ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാം എന്നുള്ള ചിന്ത ഈ ഇടതുപക്ഷക്കാർക്ക് ഉണ്ട് എങ്കിൽ അതെല്ലാം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇപ്പോ ഈ ശ്രീനാദേവിക്കെതിരെ പറയുന്ന കോൺഗ്രസ്സുകാരിന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇടതുപക്ഷത്തിന്റെ വെറും കുഴലൂത്തുകാരിയായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.